ശ്രീ ജിയോ ബേബി, ഈ CJP സമരത്തിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമുദായിക വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും ആളുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ആ പിന്തുണയ്ക്ക് കിട്ടിയ ഒരു വിജയം കൂടിയാണ് ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും നമുക്ക് വിലയിരുത്താം. അങ്ങ് എങ്ങനെയാണ് ഈ രാജിവെച്ചുള്ള തീരുമാനത്തെ കാണുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ കുട്ടികളുടെ സമരം ഇത്തരത്തില് ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കാൻ സർക്കാരിനെ പ്രഷർ ചെയ്യുന്നതിൽ കുട്ടികളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു. ആ കുട്ടികളെ അവർക്ക് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഈ കുട്ടികളുടെ മുന്നിൽ നാണം കെട്ട് മുട്ടുമടക്കേണ്ട അവസ്ഥ ഉണ്ടായതിനെ കുറിച്ച് അവർക്ക് സന്തോഷിക്കുകയാണ്. തീർച്ചയായും ഇത് നൽകുന്ന ഒരു സന്ദേശം ഭാവി ഇന്ത്യയിൽ ഈ CJPയുടെ ഭാവി ഇതടക്കം മാത്രമല്ല ഒരു മൂവ്മെന്റ് മൂലമുണ്ടാകുന്ന ഭരണകൂടത്തിന് മുന്നിൽ വെക്കുന്ന സന്ദേശങ്ങൾ, അവർക്ക് നൽകുന്ന പാഠങ്ങൾ, അത് എത്രത്തോളം ഭാവിയിൽ കാണേണ്ടതാണ്, ഉറ്റുനോക്കേണ്ടതാണ് ശ്രീ ജിയോ ബേബി? പുതിയ തലമുറയെ കുറെ കൂടെ പരിഗണനയോടെ കാണേണ്ടതും കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ്. കാരണം ഇത് ഒരു രീതിയിൽ പറഞ്ഞാല് ഒരു 10-15 വർഷം അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നേയുള്ള ഈ കുട്ടികളുടെ പേരൻസ് എന്ന് വേണേൽ അവരെ വിളിക്കാം. ആ തലമുറക്കുണ്ടായ പരാജയമാണ്, ആ തലമുറക്കുണ്ടായ പ്രശ്നങ്ങളെ ഈ കുട്ടികൾ തിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മൂവ്മെന്റിന്റെ മുമ്പോട്ടുള്ള പോക്കിനൊക്കെ അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഇരുന്ന് സംസാരിക്കാനാവില്ല. കാരണം അതെല്ലാം നമുക്കും കണ്ടും മനസ്സിലാക്കേണ്ടതായിരിക്കണം. പക്ഷെ ഇപ്പോൾ ഈ കുട്ടികൾ നേടിയിട്ടും ഈ കുട്ടികളെ തിരുത്തലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് പറ്റിയ അല്ലെങ്കിൽ അവർക്ക് തൊട്ട് മുന്നേ ഉള്ള തലമുറയുടെ അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ പ്രായമുള്ള മനുഷ്യർ ചെയ്ത തെറ്റിനെ ഈ കുട്ടികൾ തിരുത്തുകയാണ് ചെയ്തത്. ഇത് ശക്തമായി തുടരട്ടെ. ഈ രാജ്യത്ത് വലിയൊരു പ്രതീക്ഷയാണ് ഈ സമരം. ശരി, വളരെ നന്ദി ജിയോ ബേബി.